ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാർഡ് കോർ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അയൺ ഫാം പണിയാൻ പോവുകയാണ്. അയൺ ഫാം എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു അയൺ ഫാം, ഒരു സെറ്റ് അയൺ ഫാം നമ്മൾ പണിയാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 3 വില്ലേജറിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാവ കിട്ടിയിട്ടോ, നമുക്ക് എടുത്ത് തന്നെ വേറൊരു പ്ലെയിൻസും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ലാവ എടുത്ത് വന്നിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ ഒരു അയൺ ഫാം പണിയാൻ വേണ്ടത്. അപ്പോൾ ഈ ഒരു അയൺ ഫാം പണിയണത് ഫുള്ള് ടൈം ലാപ്സ് ആവും ഞാൻ ഇടുക. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ബീട്രൂട്ടും ഇതൊക്കെ കിടക്കുന്നുണ്ട്. അത് നമ്മളെടുത്ത് നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ ഉണ്ട്. ഞാനത് പറയാൻ വിട്ടു. കണ്ടോ, ഇത് നമ്മുടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അല്ലേ. അത് ഇതിൽ നന്നായി. ഓക്കെ, അപ്പോൾ നമുക്കിതുകൊണ്ട് ഈ ഒരു കോബിൾ സ്റ്റോൺ ഡീപ് സ്ലീറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ നമുക്ക് മുകളിലോട്ട് കയറ്റി വയ്ക്കാം. അതുകൊണ്ട് ആ സൈഡ് ഫുഡും നമുക്ക് ഫാം ചെയ്യുന്ന സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇവിടെ ബ്ലോക്കും കാര്യങ്ങളും വയ്ക്കാം. ഓക്കെ, നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് ഏരിയയാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അധികം അയണും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് കുറച്ച് ഡയമണ്ട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മൈൻ ചെയ്തെടുത്തിട്ടില്ല. നമ്മുടെ മൈനിങ് ഏരിയയിലാണ്. ഞാൻ ജസ്റ്റ് താഴത്തോട്ട് പോയിട്ട് ആ ഡയമണ്ട്സും കൂടി ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. നമ്മൾ നൈസായിട്ടൊന്ന് ഹാർഡ് കോറിൽ ചത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ചത്തത്. അപ്പോൾ നമ്മുടെ അയൺ ഫാമിൻ്റെ റീപ്ലേയും കാര്യങ്ങളൊന്നും ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അതൊന്നും ഇനി ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ടോ. ഇതൊന്നും നമുക്ക് ലെവലാക്കണമെന്നുണ്ടെങ്കിലേ നല്ല പണിയാണ്. നമ്മളൊരു ചെറിയ മണ്ടത്തരം കാണിച്ചതെന്ന് വെച്ചാൽ ഈ ഐസ് ബയോമൊക്കെ കൊണ്ടുപോയിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഫാം പണിയരുത്. കൊണ്ട് പിന്നെയും സ്പോണായി കോപ്പ്. അതുകൊണ്ട് ഞാൻ ഈ ചെസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് വെച്ചോട്ടെ. അയ്യോ, ഇത് നമുക്ക് രണ്ടാമത്തെ പണിയായി പോയല്ലോ ഗൈസ്. ഞാൻ ഓർത്തില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ ഐസ് ആവണ കാര്യം ഞാൻ ഓർത്തില്ല. അയ്യോ അതുകൊണ്ട് കുഴി ചാടി നമ്മൾ. വേഗം ബ്ലോക്ക് വെച്ച് മുളക്കട്ടെ. അയ്യോ, ബ്ലോക്കോടെ ഈശ്വരാ. ചത്തു. എന്താ പണ്ടായേ? എടാ, മണ്ടത്തരം കാണിച്ച്. ഡേ, ആ കേവിൻ്റെ ഉള്ളിൽ നിന്ന് ക്രീപ്പർ വരുന്ന സൗണ്ട് വരെ ഞാൻ കേട്ട്. ജസ്റ്റ് ആ ഷീൽഡെങ്കിലും ഒന്ന് പിടിക്കാനുള്ള ബുദ്ധി. അപ്പോൾ നമ്മുടെ ഹാർഡ് കോർ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മളേതായാലും വീഡിയോസൊന്നും ഇടാതിരിക്കൂല, ആരും പേടിക്കേണ്ട. നമ്മളൊരു സർവൈവൽ സീരീസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് ആലോചിക്കട്ടെ. മിക്കവാറും സർവൈവൽ സീരീസ് തന്നെ ആവും. ഒരു നോർമൽ ലെറ്റ്സ് പ്ലേ തുടങ്ങാം നമുക്ക്. അതായിരിക്കും നമുക്കൊന്നുകൂടി നല്ലതായിട്ട് തോന്നുന്നത്. ഹാർഡ് കോറിന് രണ്ടാമതൊരു ട്രൈ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് കോറിനെ തുടങ്ങാം. പക്ഷേ എനിക്ക് എന്തോ ഒരു ഇത് നമ്മൾ ഹാർഡ് കോർ പെട്ടെന്ന് അങ്ങോട്ടൊരു മൈൻക്രാഫ്റ്റിലൊരു പ്രോ ആവാതെ നമ്മളൊരു ഹാർഡ് കോറൊക്കെ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് കോർ കംപ്ലീറ്റ് ചെയ്യുന്നവരെ വേണമെന്നുണ്ടെങ്കിൽ കളിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്കൊരു സർവൈവൽ കളിച്ചിന് കംപ്ലീറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങാം. അയ്യോ, ഞാനിത് ചത്ത നേരത്ത് കുറേ വിഷമിച്ചു. കാരണം ഞാൻ ഇന്ന് രാവിലെ തൊട്ടിരിക്കുന്നതാണ് ഈ ഒരു അയൺ ഫാം പണിയണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ബിൽഡ് ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനോട്ട് കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഞാൻ ലാവയൊന്നും കിട്ടാത്തപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ രീതിയിലൊക്കെ കില്ലിങ് ചേമ്പറൊക്കെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ നമുക്ക് എന്തോ ഒരു ഭാഗ്യത്തിനോട് അടുത്ത് തന്നെ ഒരു പ്ലെയിൻസും കിട്ടി, ലാവയും കിട്ടി. കൊണ്ടുവന്ന് ഞാൻ ലാവ ഫാമും ചെയ്ത് ഒപ്പിച്ച് വെച്ചതായിരുന്നു. അതിങ്ങനെയൊക്കെയായി. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.